നമസ്കാരം. മലബന്ധം ഒരു വലിയ ഇഷ്യൂ ആയി തീർന്നിരിക്കുകയാണ് ഇപ്പോൾ. ഈ ഒരു വിഷയവുമായി വരാത്ത പേഷ്യൻസേ ഇല്ല. എന്ത് അസുഖത്തിന് വന്നാലും അതിനോട് അനുബന്ധിച്ച് മലബന്ധമുണ്ട്. ഇപ്പം ചിലപ്പോൾ മറ്റുള്ള എന്താ പറയുക ജോയിൻറ്റ് പെയിൻ ആയിട്ടോ, അതല്ല എങ്കിൽ സോറിയാസിസ് ആയിട്ടോ, അതല്ലെങ്കിൽ പാർക്കിൻസൺസ് ആയിട്ടോ, അല്ലെങ്കിൽ എന്തിന് പ്രമേഹമോ അല്ലെ ഹൃദ്രോഗമോ ഒക്കെ ഉള്ളവർക്ക് അനുബന്ധ പ്രശ്നമായിട്ട് കാണുന്ന വലിയൊരു വിഷയം തന്നെയാണ് മലബന്ധം. എന്നാൽ ഈ മലബന്ധം നമുക്ക് വളരെ ഈസി ആയിട്ട് മാറ്റാവുന്ന ഭക്ഷണത്തിൻ്റെ രീതിയാണ് ഞാനിന്ന് പറയുന്നത്. നമ്മൾ ഏകദേശം 2 വർഷങ്ങൾക്ക് മുമ്പ് ഒരു വീഡിയോ, വൈറലായ ഒരു വീഡിയോ തന്നെയാണ്, അത് ഏകദേശം 7 ലക്ഷം പ്രേക്ഷകർ കണ്ടതാണ്. മലബന്ധത്തിന് ഒരൊറ്റമൂലി ഒപ്പം പ്രമേഹത്തിനും എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു ഏകദേശം 2 വർഷത്തിന് മുന്നേ. അത് വളരെ എഫക്റ്റീവായിട്ട് രാത്രി കഴിക്കുന്ന ഒരു നല്ലൊരു സൂപ്പായിരുന്നു അതിനകത്ത് ഞാൻ പറഞ്ഞിരുന്നത്. സൂപ്പ് എന്ന് പറയുന്ന ഒരു വെജിറ്റബിൾ സൂപ്പ് തന്നെയാണ്. അതിനകത്ത് നമുക്ക് എല്ലാ വെജിറ്റബിൾസും കൂടെ ചേർത്ത് നമ്മുടെ നാടൻ പച്ചക്കറികളെല്ലാം കൂടെ ചേർത്തിട്ടുള്ള ഒരു സൂപ്പ്. പക്ഷേ ഇന്നത്തെ ഈ വീഡിയോ 3 നേരവും നമുക്ക് ഈ മലബന്ധം മാറാൻ വളരെ റെസിസ്റ്റൻ്റായിട്ട് മലബന്ധം ചിലർക്കുണ്ട്, ഒരു രക്ഷയില്ല. പിന്നെ കൂടുതലും മെഡിസിൻസ് എടുക്കുന്നവർക്ക് വളരെ കൂടുതലായിരിക്കും. പിന്നെ വെള്ളം കുടിക്കാത്തവർക്ക് അതിനേക്കാൾ കൂടുതലായിരിക്കും. അതോടൊപ്പം അനങ്ങാതെ ഇരിക്കുന്നവർ, ദേഹം അനങ്ങാതിരിക്കുന്നവർക്ക് ഏറ്റവും വലിയ വിഷയമാണ്. അപ്പം മലബന്ധത്തിന് പല പല കാരണങ്ങളുണ്ടെന്ന് നിങ്ങൾക്കറിയാം അല്ലേ? അപ്പോൾ അതിൽ ഓരോ കാരണങ്ങളാണ് ഞാനിപ്പോൾ പറഞ്ഞത്. മരുന്ന് കഴിക്കുന്നവർ, അതുപോലെ തന്നെ വ്യായാമമില്ലാത്തവർ, വെള്ളം കുടിക്കാത്തവർ, ഫൈബർ കണ്ടൻറ്റ് ഇല്ലാത്ത ഭക്ഷണത്തിൽ ഫൈബറിൻ്റെ അംശമില്ലാത്തവർക്ക് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത് എന്താണ് മലബന്ധം എന്ന് നിങ്ങൾക്കറിയാമല്ലോ. നമ്മളുടെ വയറിനകത്തുള്ള ആമാശയല്ല, ഈ ചെറുകുടൽ, വൻകുടൽ, ഇവയുടെ ചലനങ്ങളിൽ വ്യത്യാസമുണ്ടായ ചലനത്തിനുള്ള മാറ്റങ്ങൾ കൊണ്ടാണ് ഈ മലം വെളിയിൽ പോകുന്നത്. അപ്പോൾ അതിൻ്റെ പേരാണ് മോട്ടിലിറ്റി. മോട്ടിലിറ്റി എന്ന് പറയുന്ന അത് ആ ഒരു രീതിയിലേക്ക് നമ്മളുടെ ഈ ഇൻറ്റസ്റ്റൈൻ മോട്ടിലിറ്റി ഉണ്ടായാൽ മാത്രമേ പെരിസ്റ്റാൾസിസ് എന്ന് പറയും, പെരിസ്റ്റാൾട്ടിക് മോട്ടിലിറ്റി, അത് മലം വെളിയിൽ പോവുള്ളൂ. അപ്പോൾ അതിനെ നിയന്ത്രിക്കുന്ന ആരാ? നമ്മളുടെ ഗട്ട് മൈക്രോബയോട്ട, നമ്മളുടെ വയറിനകത്തിരിക്കുന്ന മൈക്രോബ്സ് ആണ്, ഏറ്റവും സൂക്ഷ്മാണുക്കൾ, അവയാണ് അതിനെ നിയന്ത്രിക്കുന്നത്. അത് ഓർമ്മ വേണം. അപ്പോൾ ആത്യന്തികമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ മൈക്രോബ്സിൻ്റെ ഫുഡ് കൊടുക്കുക എന്നുള്ളതാണ്. അതിൻ്റെ ഫുഡ് എന്താണ്? നാരുകളടങ്ങിയ ഭക്ഷണം. നാരുകളടങ്ങിയെന്ന് പറഞ്ഞാൽ സോലുബിൾ ഫൈബേഴ്സും ഇൻസോലുബിൾ, വെള്ളത്തിൽ അലിയുന്ന നാരുകളും അലിയാത്ത നാരുകളും ഉണ്ട്. ഇൻസോലുബിൾ ഫൈബേഴ്സും വേണം, അത് പെരിസ്റ്റാൾസിസ് കൂടാൻ വേണം. പിന്നെ അതുപോലെ തന്നെ സോലുബിൾ ഫൈബേഴ്സും വേണം. ഇത് രണ്ടും അടങ്ങിയിരിക്കുന്ന ഭക്ഷണങ്ങളാണ് നമ്മൾ ഇത്ര ക്രോണിക്കായിട്ട് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള കോൺസ്റ്റിപ്പേഷൻ, മലബന്ധമുള്ളവർ കഴിക്കേണ്ടത്. ഇവയൊക്കെ അടങ്ങിയ ഭക്ഷണങ്ങളാണ്. അപ്പോൾ നമ്മൾ ഈയിടെ ഗ്രെയിൻ ഫ്രീ ഡയറ്റ് ചെയ്തല്ലോ. ഗ്രെയിൻ ഫ്രീ ഡയറ്റ് ചെയ്തതിൽ രാവിലെയുള്ള ഒരു ഗ്രീൻ പീസ് ദോശ, മുരിങ്ങയില ചേർത്തിട്ടുള്ള മുരിങ്ങയില ദോശയുണ്ട്. മുരിങ്ങയില ദോശ, അതോടൊപ്പം ഉച്ചയ്ക്ക് കഴിച്ച നമ്മുടെ വേറെ ഒരു സാലഡ്, വൈകിട്ടുള്ള സൂപ്പ്. അപ്പോൾ ഈ 3 വീഡിയോസാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത് നിങ്ങളെ. അപ്പം 3 വീഡിയോസിൽ ആദ്യത്തെ വീഡിയോ നമ്പർ 332 എഴുതി വെച്ചോളൂ. 332 അത് നമ്പർ 1 ആയിട്ട് നിങ്ങൾക്ക് കഴിക്കാം. ഈ ക്രോണിക് കോൺസ്റ്റിപ്പേഷൻ ഉള്ളവർക്ക്, ഈ മലബന്ധം സ്ഥിരമായിരിക്കുന്നവർക്ക് രാവിലെ ആ ഒരു വീഡിയോയിൽ പറയുന്ന ആ ദോശ ഉണ്ടാക്കി കഴിക്കണം. അപ്പം അതിനകത്ത് എന്തൊക്കെ അടങ്ങുന്നതെന്ന് അറിയാമല്ലോ. ഗ്രീൻ പീസ് ഉണ്ട്, ഉഴുന്നുണ്ട്, അതിൻ്റെ അളവെല്ലാം അതിനകത്തുണ്ട്. അതോടൊപ്പം മുരിങ്ങയില ചേർക്കും നമ്മൾ, മുരിങ്ങയില, പിന്നെ കുറച്ച് ജീരകം, ഉലുവ, ഇവയൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കുന്ന, പിന്നെ മുട്ടയും കൂടെ ചേർക്കും ആവശ്യമുണ്ടെങ്കിൽ മുട്ട. ഇപ്പം പൈൽസ് രോഗികളാണെങ്കിൽ, അവർക്കുള്ള മലബന്ധമാണെങ്കിൽ തീർച്ചയായിട്ടും മുട്ട ചേർക്കണ്ട. ഇപ്പോൾ പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് മലബന്ധം ഉണ്ടല്ലോ. അപ്പോൾ അതിൽ ഈ ഒരു കാര്യം, പൈൽസ് ഉള്ളവർക്ക് മുട്ട ചേർക്കണ്ട. ചേർക്കുന്നെങ്കിൽ താറാമുട്ട ചേർക്കാം, അതല്ല എങ്കിൽ ചേർക്കണമെന്നുമില്ല. കുറച്ചുകൂടെ മുരിങ്ങയില ചേർത്തിട്ട് അരച്ച് ദോശ ഉണ്ടാക്കുക. ഈ ദോശ, അതായത് വീഡിയോ നമ്പർ 332, ആ ദോശ തയ്യാറാക്കി രാവിലെ അതായിരിക്കണം കഴിക്കേണ്ട, അരി ദോശയല്ല. അരിദോശ കഴിക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഈ പറഞ്ഞ രീതിയിലുള്ള ഫൈബർ, നാരുകൾ കിട്ടത്തില്ല. അത് നമ്മുടെ വയറിനകത്ത് ഈ നാരുകൾ ചെല്ലുമ്പോഴാണ് അത് കൺവേർട്ട് ചെയ്ത് മറ്റേതിന് ഭക്ഷണമായി മാറുന്നത്. ആ മൈക്രോബ്സാണ് നമുക്ക് എല്ലാത്തിനും കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ അത് രാവിലത്തത് കഴിക്കുക. അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് മറ്റൊരു നല്ല ഒരു സാലഡും നമ്മൾ കാണിച്ചു. വീഡിയോ നമ്പർ 333
332 നേരത്തെ ഗ്രീൻ പീസ് ദോശ, അത് രാവിലത്തേക്ക് എടുക്കണം. അപ്പോൾ ഉച്ചക്കലത്തേക്ക് കഴിക്കേണ്ടത് ഈ പറയുന്ന സാലഡാണ്. പപ്പായ കൊണ്ടുള്ള ഒരു സാലഡാണത്. നല്ല ടേസ്റ്റാണ്. പപ്പായ ഗ്രേറ്റ് ചെയ്തിടുക, അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് കിഡ്നി ബീൻസ് പുഴുങ്ങിയത്, കുറച്ച് കപ്പലണ്ടി പുഴുങ്ങിയത്, പിന്നെ കുറച്ച് മുരിങ്ങയില, ഏതെങ്കിലും ഒരു ഇല, പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ വെർജിൻ കോക്കനട്ട് ഓയിൽ, തക്കാളി, ഇതൊക്കെ ചേർത്തിട്ട് നല്ല ടേസ്റ്റാണ്. അത് നിങ്ങൾ തയ്യാറാക്കി അത് കഴിക്കണം ഉച്ചയ്ക്ക്. പിന്നെ ചോറും മറ്റുള്ളതൊക്കെ അത്യാവശ്യം കഴിക്കാം അതിൻ്റെ കൂടെ. എന്നാലും അതൊരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് ഈ പപ്പായ സാലഡ് കഴിക്കാൻ ശ്രമിക്കുക. വീഡിയോ നമ്പർ 333. പിന്നെ നമ്മൾ വൈകിട്ട് രാത്രിത്തേക്കുള്ള ഭക്ഷണമാണ്. അതാണ് ഏറ്റവും പ്രധാനം. അത് 2 വർഷങ്ങൾക്ക് മുമ്പ് മലബന്ധത്തിന് ഒറ്റമൂലി എന്ന് പറഞ്ഞിട്ടിട്ട വീഡിയോ ആണ്. അതിൻ്റെ നമ്പർ അന്ന് നമ്മൾ ഇട്ട് തുടങ്ങിയില്ല. അതുകൊണ്ട് 2 ഇയേഴ്സ് ബാക്ക് ഒരു കാര്യം ചെയ്താൽ മതി. ഡോക്ടർ ലളിത അപ്പുക്കുട്ടൻ വീഡിയോസ് ഇടണം. വീഡിയോസ് ഇട്ടിട്ട് പോപ്പുലർ എടുക്കണം. പോപ്പുലർ എടുത്താൽ അത് 3-മത്തെയോ 4-മത്തെയോ വീഡിയോ ആണ്. പോപ്പുലറിൽ 4-മത്തെ വീഡിയോ ആയിട്ട് കിട്ടും. അപ്പോൾ അത് പെട്ടെന്ന് നോക്കിയെടുക്കാൻ പറ്റും. അത് നിങ്ങൾ കൃത്യമായിട്ട് രാത്രി കഴിച്ചു കഴിഞ്ഞാൽ നല്ല മലശോധന ഉണ്ടാവും. അതിനകത്ത് നമുക്ക് എല്ലാ നാടൻ പച്ചക്കറികളുമാണ് ചേർക്കുന്നത്. നാടൻ പച്ചക്കറികളെന്ന് പറയുമ്പോഴത്തേക്ക് പടവലങ്ങയുണ്ട്, വെണ്ടയ്ക്കയുണ്ട്, വഴുതനങ്ങയുണ്ട്, കോവയ്ക്കയുണ്ട്, അമരപ്പയറുണ്ട്, മത്തങ്ങയുണ്ട്, പപ്പായയുണ്ട്. ഇതെല്ലാം ഓരോ പീസുകൾ, അതിൻ്റെ എല്ലാ അളവും അതിനകത്തുണ്ട്. ഇത്രയും കൂടെ നന്നായിട്ട് വേവിക്കണം. വേവിച്ചിട്ട് മിക്സിയിൽ അടിച്ചെടുക്കണം. മിക്സിയിൽ അടിച്ചിട്ട് ചിയാ സീഡ് വെള്ളത്തിൽ കുതിർത്തത് 10 ഗ്രാം ഇടുക. അതോടൊപ്പം കുറച്ച് എന്താ പറയുക, മുരിങ്ങയില ചേർക്കുക, എള്ള് ചേർക്കുക. ഓക്കെ, ഇത്രയും കൂടെ ചേർത്ത് വെർജിൻ കോക്കനട്ട് ഓയിൽ ടോപ്പപ്പ് ചെയ്ത് കഴിക്കുക. എക്സലൻറ്റ് സൂപ്പാണ്. കഴിക്കാനും വലിയ ബുദ്ധിമുട്ടൊന്നും ഉള്ളതല്ല. ടേസ്റ്റും ഒരു പരിധി വരെ ഉണ്ട്. തക്കാളിയും ഉണ്ട് കേട്ടോ. തക്കാളി ഞാൻ വിട്ടുപോയതാണ്. തക്കാളിയും ആണ് അതിനോടൊപ്പം. അപ്പോൾ അങ്ങനെ ഒരു നല്ല സൂപ്പ് ഉണ്ടാക്കി രാത്രി കഴിക്കുക. പിന്നെ അതിനോടൊപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണങ്ങളും കുറച്ചുകൂടെ കഴിക്കാം. ഈ വലിയ പ്രമേഹം അല്ലെങ്കിൽ വലിയ അസുഖങ്ങളൊക്കെ ഉള്ളവർ, ഈ ഒത്തിരി അമിതമായിട്ട് മരുന്നൊക്കെ കഴിച്ചിരിക്കുന്നവർക്ക് ഈ ഒരു സൂപ്പ് മാത്രം മതി. അല്ലാതെ പിന്നെ എക്സ്ട്രാ ആയിട്ടൊരു ഭക്ഷണത്തിൻ്റെ ആവശ്യം വരുന്നില്ല. പിന്നെ ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം, ഇൻസുലിനും മറ്റുള്ള മെഡിസിൻസും കൂടുതലായിട്ട് ഡയബറ്റിക് മെഡിസിൻസ് കഴിക്കുന്നെങ്കിൽ തീർച്ചയായും അത് ശ്രദ്ധിച്ച് വേണം കഴിക്കാൻ. കാരണം ഈ ഒരു സൂപ്പ് തന്നെ ഷുഗറിനെ നന്നായിട്ട് കുറയ്ക്കുന്നതായിരിക്കും. ഇനി ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഗട്ട് മൈക്രോബ്സിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭക്ഷണമാണ്. ഇത് എല്ലാ ദിവസവും എല്ലാവരും കഴിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. കാരണം നമ്മൾ ഗട്ട് മൈക്രോബ്സാണ് നമ്മളെ ഈ ശരീരത്തിൻ്റെ 95% പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതെന്നുള്ള കാര്യം നിങ്ങൾ മറക്കരുത്. അതിനുള്ള ഭക്ഷണം കൊടുക്കണ്ടേ? നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ നമ്മൾ വാരി കഴിച്ചുകൊണ്ട് നടന്നാൽ അതിനുള്ള ഭക്ഷണമില്ല. അതിനുള്ള ഭക്ഷണം കുക്ക് ചെയ്തതല്ല. അത് എപ്പോഴും ഓർമ്മ വേണം. പാചകം ചെയ്യാത്ത ഭക്ഷണമാണ് അതിന് വേണ്ട സോലുബിൾ ഫൈബേഴ്സും ഇൻസോലുബിൾ ഫൈബേഴ്സും ഒക്കെ അടങ്ങിയിരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കുന്ന ഒരു വീഡിയോ നമ്പർ 315. അപ്പോൾ എഴുതി വെച്ചോ വീഡിയോ നമ്പർ 315. ഈ വീഡിയോയിലുള്ള ഈ ഭക്ഷണവും നിങ്ങൾ നന്നായിട്ട് എല്ലാ ദിവസവും എല്ലാവരും കഴിക്കാനായിട്ട് നോക്കുക. അതൊരു 10 ഗ്രാം സോർക്രാറ്റ് എന്ന് പറഞ്ഞാൽ അതിൽ പറയുന്നുണ്ട്, ക്യാബേജ് വെച്ചിട്ടുള്ളൊരു പിക്കിൾ. ക്യാബേജ് പുറത്തുള്ള 5-6 തൊലിയൊക്കെ കളഞ്ഞിട്ട് നല്ലോണം ചൂടുവെള്ളത്തിലൊന്ന് കഴുകി തുടച്ചെടുത്തിട്ട് നന്നായിട്ട് കുനുകുന അരിയണം. അരിഞ്ഞിട്ട് അതിനകത്തേക്ക് ലേശം ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് ഞവടിയെടുക്കുക. നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലൊരു കുപ്പിക്കകത്തോട്ട് എടുത്തിട്ട് നന്നായിട്ട് ടൈറ്റാക്കി വെക്കുക കേട്ടോ. ഇങ്ങനെ അമുക്കി വെക്കണം. ഇത് ഇത്രയും ആയതാണ് ഞാൻ കഴിച്ച് അപ്പോൾ ഇങ്ങനെ അമുക്കി വെക്കുക. ഓക്കെ, ഇതൊക്കെ ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഇത് ചീത്തയാവില്ല. നല്ല മണമാണ്. പിക്കിളായിട്ടിരിക്കുകയാണ് ക്യാബേജ്. അപ്പോൾ ഇതാണ് സോർക്രാറ്റ്. അപ്പോൾ ഇത് ഇങ്ങനെ തയ്യാറാക്കുക. അതിനോടൊപ്പം നമ്മളുടെ പിക്കിൾഡ് വെജിറ്റബിളുണ്ട്. പിക്കിൾഡ് വെജിറ്റബിളാണ് ഇത്. ക്യാരറ്റും ബീട്രൂട്ടും നമ്മുടെ സലാഡ് വെള്ളരിയും ഒക്കെ കൂടെ ഇട്ട ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത്? ഇതേ രീതി അല്ല. ഇതിന് വെള്ളമേ ഇല്ല. എങ്കിൽ ഇത് തിളപ്പിച്ചാറ്റിയ വെള്ളത്തിലേക്ക് ക്യാരറ്റ്, ബീട്രൂട്ട്, സലാഡ് വെള്ളരി ഇത്രയും, പിന്നെ കോവയ്ക്ക വേണമെങ്കിൽ ഇടാം. ചെറിയ ചതുര കഷ്ണങ്ങളായി അരിഞ്ഞ് തിളപ്പിച്ചാറ്റിയ വെള്ളത്തിൽ ഇത്തിരി ഉപ്പ് ഇട്ട് വയ്ക്കുക. 2 ദിവസം പുറത്ത് വയ്ക്കുക. അപ്പോഴത്തേക്ക് നല്ലോണം പുളിച്ച് വരും. എന്നിട്ട് ഇത് നമ്മൾ നേരെ ഫ്രിഡ്ജിലാക്കണം. ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ
കുറച്ച് ദിവസത്തേക്ക് വളരെ കൂടുതൽ ഉണ്ടാക്കി വെക്കേണ്ട, കാരണം ഇത് ഒത്തിരി പുളിക്കുകയും ചെയ്യും. മാത്രമല്ല നമ്മൾ ഉപയോഗിക്കുമ്പോഴത്തേക്ക് പിന്നെ അതിൻ്റെ ക്വാളിറ്റി ചിലപ്പോൾ കുറയാതിരിക്കാൻ വേണ്ടി ഒരാഴ്ചത്തേക്കൊക്കെ ഉണ്ടാക്കി വെച്ചാൽ മതി. ഇതിനകത്തുനിന്ന് ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു 50 ഗ്രാം ദിവസവും കഴിക്കാൻ നോക്കുക. അതുപോലെ സോർക്രാറ്റ് വെറും 10 ഗ്രാം മതിയാവും. അപ്പോൾ ഇത്രയും നമ്മൾ കറക്റ്റായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ ശരീരത്തിന് ആവശ്യമായ മൈക്രോഫ്ലോറയുടെ ഭക്ഷണം കിട്ടും. എന്താണിത്? ഈ ഭക്ഷണത്തിൻ്റെ പേരെന്താണ്? ഇതിൻ്റെ പേരാണ് പ്രീബയോട്ടിക്. അതിൻ്റെ ഫുഡ്. പ്രോബയോട്ടിക്സ് ആണ് നമ്മുടെ മൈക്രോബ്സ് എങ്കിൽ പ്രീബയോട്ടിക് അതിൻ്റെ ഭക്ഷണമാണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ ഇത് ഇതുപോലെ ഇതിനകത്തോട്ട് ചേർക്കാം. ഞാനിപ്പോൾ അതിനൊരു മാർഗ്ഗമുണ്ട്. ഇത് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇത് ഇത്രയും കൂടെ എടുത്തിട്ട് കുറച്ച് കപ്പലണ്ടി കൂടെ ഇതിനകത്തിടും, റോസ്റ്റ് ചെയ്ത കപ്പലണ്ടി. എന്നിട്ട് ഈ സോർക്രാറ്റും ചേർത്ത് ഇങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് കഴിക്കാനൊരു, അല്ലെങ്കിൽ കുറച്ചൊരു പിക്കിളിങ് അല്ലേ, അപ്പോൾ ഒരു പുളിയൊക്കെ മാത്രം ആകുമ്പോഴത്തേക്ക് കഴിക്കാൻ വലിയ രുചി തോന്നില്ല. അപ്പോൾ ഈ രീതിയിലേക്ക് ഇതും കൂടെ കഴിക്കുക. ഇത് കറക്റ്റായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നല്ല ഉറക്കം കിട്ടും, നല്ല മലശോധന കിട്ടും, നല്ല സമാധാനം കിട്ടും മനസ്സിന് എന്നുള്ളത് സംശയമില്ലാത്ത കാര്യമാണ് കേട്ടോ. അവിടെ എവരിത്തിങ് ബിഗിൻസ് ഇൻ യുവർ മൈൻഡ് എന്ന് പറയുന്ന പോലെ എവരിത്തിങ് ബിഗിൻസ് ഇൻ യുവർ ഗട്ട് ഓൾസോ. അത് ഓർക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എന്താ പറയുക, ഈ ഒരു മലബന്ധത്തിൽ നിന്ന് ശരിക്കും പറഞ്ഞാൽ ഒരു വിടുതൽ തന്നെ കിട്ടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നിങ്ങളൊക്കെ ട്രൈ ചെയ്ത് നോക്കുക, എന്നെ അഭിപ്രായങ്ങൾ അറിയിക്കുക. നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം.